ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന നയനുടെയും ആദർശിന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്ന നമ്മുടെ അനിയാണ് കേട്ടോ. അനി കുടിച്ച് ലക്കും ലെവൽ ലേശം വെളിവും ഇല്ലാതെയാണ് അവിടെ ഇരിക്കുന്നത്. എന്നിട്ട് എന്തൊക്കെയോ പിച്ചും പേയും പറയുന്നുണ്ട്. രണ്ട് പോലീസുകാർ അടുത്ത് നിപ്പുണ്ട് കേട്ടോ. എന്നിട്ട് പോലീസുകാർ പറയുന്നുണ്ട്, എന്ത് ചെയ്യാനാ, അനന്തപുരി തറവാട്ടിലെ ഒരു കൊച്ചുമോനാ ഈ ഇരിക്കുന്നത്. ആരെങ്കിലും കണ്ടാ പറയുമോ അനന്തപുരി തറവാട്ടിലെ കൊച്ചുമോനാണെന്ന്? അപ്പോഴേക്കും പെട്ടെന്ന് നമ്മുടെ ആദർശും നയനയും അങ്ങോട്ടേക്ക് വരിക. ആദർശ് പറഞ്ഞു, പറയില്ല സാറുമാരെ, ഒരിക്കലും ഇവൻ അനന്തപുരി തറവാട്ടിലെ കൊച്ചുമോനല്ല. കൊച്ചുമോനാണെങ്കിലേ ഇവൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യില്ലായിരുന്നല്ലോ. ഇവന് അനന്തപുരി തറവാട്ടിന് നാണക്കേടുണ്ടാക്കാൻ ജനിച്ചൊരു പുത്രനാ. അപ്പോഴത്തേക്കും അനി, ഏട്ടനും ഏടത്തിയും ഇതിനകം ഇവിടെ എത്തിയോ? അപ്പൊ അറിയിക്കേണ്ടവർ അറിയിച്ചല്ലേ? അറിയിച്ചടാ, അറിയിക്കേണ്ടവർ തന്നെ അറിയിച്ചത്. അതെ, നീ എന്താടാ ഈ കാണിച്ചു കൂട്ടുന്നത്? നിനക്ക് എന്താടാ, വെളിവില്ലേടാ? അപ്പോഴത്തേക്ക് അവിടെ നിന്ന് പോലീസുകാരൻ പറഞ്ഞു, വെളിവില്ല, ലേശം വെളിവില്ല. മദ്യപിച്ച് കുടിച്ച് വെളിവില്ലാതെ ഇരിക്കുന്ന ഇവനോട് വെളിവുണ്ടോ എന്ന് ചോദിക്കാൻ നിങ്ങൾക്ക് എന്താ വെളിവില്ല എന്ന് പോലീസുകാരൻ ചോദിച്ചപ്പോഴത്തേക്കും, എൻ്റെ പൊന്ന് അനി, നീ എന്തിനാടാ ഇങ്ങനെ ഞങ്ങളെ നാണം കെടുത്തുന്നത്? നീ എന്തിനാ വെറുതെ മദ്യപിച്ച് വണ്ടി ഓടിച്ച് നേരെ നന്ദുവിന്റെ മുമ്പിലേക്ക് തന്നെ ചെന്ന് എടുത്തു ചാടിയത്? അയ്യോ സാറുമാരെ, വെറുതെ എടുത്തു ചാടിയതല്ല, സാറുമാരെന്നല്ല സാറേ, വെറുതെ എടുത്ത് ചാടിയതല്ല. ഇവനുണ്ടല്ലോ മേഡത്തിന്റെ പുറകെ നടന്ന് നിരന്തരം ശല്യം ചെയ്യാണ്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ പരിപാടിയൊന്നുമല്ല. കുറേ ദിവസങ്ങളായി ഇവന് പോലീസ് ജീപ്പിന്റെ മുമ്പിൽ വന്ന് കൈ നീട്ടുക, പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ വന്ന് കാവല് നിൽക്കുക, ഇങ്ങനെ പല പല ചേഷ്ടികളും ഗോഷ്ടികളും ഒക്കെ കാണിക്കുന്നുണ്ട്. എടാ, നിന്റെ ചേഷ്ടിയും ഗോഷ്ടിയും ഇന്ന് ഞാൻ നിർത്തുന്നുണ്ടടാ. ദേ, ഇവരൊക്കെ ഇത് പറയാൻ ഇടയാക്കിയത് നീ കാരണമല്ലേ? ഷോ, എന്റെ പൊന്നാദർശേട്ടാ, ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതേ വെറുതെ അല്ല. എന്നെ ഇങ്ങോട്ടേക്ക് തൂക്കിയെടുത്തോണ്ട് പോകുന്ന, ഞാൻ മദ്യപിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് നിങ്ങൾ പോക്കോ, ഞാൻ ഇന്നിവിടെ കിടന്നോളാം. ഞാൻ ഇന്നിവിടെയാ കിടക്കുന്നത്. മദ്യപിച്ച് എനിക്ക് വണ്ടി ഓടിച്ചതിന് തന്ന ശിക്ഷയായിട്ട് ഞാനങ്ങ് കരുതിക്കോളാം. ദേവി ഇത് ആദർശേട്ടാ, പൊക്കെ ആദർശേട്ടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദർശനെ പറഞ്ഞുവിടാൻ തുടങ്ങാം നമ്മുടെ അനി. അപ്പം നയന പറഞ്ഞു, ദേ, ഞാൻ ഇതുവരെ നിന്നോട് എതിർത്തൊന്നും സംസാരിച്ചിട്ടില്ല. അനി, വേണമെങ്കിൽ എനിക്ക് ഇതിന്റെ കർണക്കുറ്റി പുകയ്ക്കാം. ഞാൻ നിന്റെ ഏടത്തിയാ. അയ്യോ, ഏടത്തി വേണമെങ്കിൽ എന്റെ കർണക്കുറ്റിക്കിട്ട് 2 തല്ല് തല്ലിക്കോ, ഈ കവിളത്തും തല്ലിക്കോ, എനിക്ക് ഒരു കുഴപ്പമില്ല. ഏടത്തിക്ക് എന്നെ തല്ലാം, ഉപദേശിക്കാം, ശ്വാസിക്കാം. പക്ഷെ ഞാൻ ഇവിടെ നിന്ന് വരത്തില്ല. ദേ, മര്യാദയ്ക്ക് വണ്ടി വന്ന് കയറാനാ പറഞ്ഞത്. ദേ, നിന്നെ എല്ലാവരും ഒന്ന് കാണട്ടെ. ഈ വേഷത്തിലെ നിന്നെ അനന്തപുരി തറവാട്ടിലെ എല്ലാവരും കാണണം. ഓഹോ, എന്നെ എല്ലാവരെയും കൊണ്ട് കാണിക്കാൻ വേണ്ടി കൊണ്ടുപോവാണോ? അതേടാ, എല്ലാവരെയും നിന്നെ കാണിക്കാൻ വേണ്ടി തന്നെയാ കൊണ്ടുപോകുന്നത്. ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ നിന്റെ പോക്ക് ഇവിടെ ഒന്നും നിൽക്കത്തില്ല. അതുകൊണ്ട് എല്ലാവരെയും കൊണ്ട് കാണിക്കാൻ തന്നെയാണ് ഉദ്ദേശം. അതുകൊണ്ട് മര്യാദയ്ക്ക് വണ്ടി കയറിക്കോ, ഞങ്ങൾ പെറ്റിയടിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അനിയെ വലിച്ച് വീടിച്ച് നേരക്കി വണ്ടിക്കകത്ത് കയറ്റിയിട്ട് നേരെ നന്ദുവിൻ്റെ അടുത്ത് ചെന്നിട്ട് നമ്മുടെ ആദർശ് പറയാം, മോളെ, ഞങ്ങൾ പോയേക്കാം. ദേ, ഇനി അവന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊന്നും ഉണ്ടാകാതെ ഞങ്ങൾ നോക്കിക്കോളാം. അങ്ങനെ നോക്കണം, അല്ലെങ്കിൽ അതെനിക്ക് വല്ലാത്തൊരവസ്ഥ തന്നെയാ. കണ്ടില്ലേ, ഇപ്പൊ തന്നെ ഇവിടെ ഉള്ളവരൊക്കെ എന്തായിരിക്കും വിചാരിക്കുക എന്നെ കുറിച്ച്? അതുകൊണ്ടാ അവനോട് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കിപ്പിക്കണം. അവന്റെ മനസ്സ് എങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞൊന്ന് മാറ്റിയെടുക്കണം. അല്ലാതെ എപ്പോഴും എൻ്റെ പുറകെ നടന്ന സമയം കളയരുതെന്ന് പറയണം. അങ്ങനെ ഞാൻ പറഞ്ഞോളാം മോളെ, ഏതായാലും ഞങ്ങൾ പോവുക എന്നും പറഞ്ഞ് ഞങ്ങൾ പോവുകയാണ് കേട്ടോ. നമ്മുടെ നയനയും ആദർശം. ഈ സമയത്താണെങ്കിൽ അകത്തിരുന്ന് പോലീസുകാർ പറയുന്നുണ്ട്, എന്ത് ചെയ്യാന്, അനന്തപുരി തറവാട്ടിലെ കൊച്ചുമോന ഈ പോലീസുകാരിയുടെ പുറകെയാന്നാ തോന്നുന്നത്. SI യൂണിഫോം ഊരി വെച്ചിട്ട് ദേ, എത്ര തലമുറയ്ക്ക് വേണമെങ്കിലും കഴിയാനുള്ള സ്വത്ത് വകകൾ അവിടെ ഉണ്ട്. ഈ പെണ്ണിന് ഇവനെ കെട്ടി സുഖമായിട്ട് ജീവിച്ചൂടെ? ഈ യൂണിഫോം ഊരി വെച്ചിട്ട് പൊക്കൂടെ? എന്തിനാ ഈ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നത്? എങ്കിൽ നമുക്ക് ഉപകാരം ഉണ്ടായിരുന്നു. ഈ പെണ്ണ് വന്നതിൽ പിന്നെ കയ്യിൽ ഒന്നും തടയുന്നില്ല, കിമ്പളോ ഒന്നും മേടിക്കാനും പറ്റുന്നില്ല എന്നൊക്കെ പോലീസുകാരുടെ ബുദ്ധിമുട്ട് കേട്ടോ. കാരണം നമ്മുടെ നന്ദു വന്നതുകൊണ്ട് തന്നെ അവർക്ക് വലിയ ഒരു എന്താ പറയാ, നേരിനെ നേരായിട്ടും സത്യത്തെ സത്യമായിട്ടും കാണുന്ന നന്ദു ആയതുകൊണ്ട് അവർക്കൊരു കള്ളക്കളിയും പറ്റുന്നില്ലെന്നാണ് പറയുന്നത്. അപ്പൊ ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അനിയും അതുപോലെ തന്നെ ആദർശും നയനയും കൂടെ അനന്തപുരി തറവാട്ടിൽ എത്തുകയാണ്. അങ്ങനെ അനന്തപുരി തറവാട്ടിൽ ചെന്ന് ഇറങ്ങാൻ ഭയങ്കര മടിയാ എനിക്ക്. അനി പറഞ്ഞു, ഞാൻ ഈ വണ്ടിയിൽ ഇരുന്ന് ഇറങ്ങിക്കോളാം, ഏട്ടനും ഏടത്തി ഇറങ്ങിക്കോ. നീ അങ്ങനെ വണ്ടി ഇരിക്കണ്ടാ, നിനക്ക് കുറച്ച് മോരുവെള്ളം മേടിച്ചു തരാന്ന് പറഞ്ഞാൽ അതിന് മുമ്പ് കുറച്ച് മോരുവെള്ളം ഒക്കെ മേടിച്ചു കൊടുത്തായിരുന്നേ. എങ്കിലും കേട്ടങ്ങോട്ട് വിട്ടിട്ടില്ല. കാരണം അത്രയ്ക്ക് നല്ല പൂസാണ്. അത്രയ്ക്ക് ഉള്ളത് കൊണ്ട് തന്നെ വലിയ കെട്ടൊന്നും വിടത്തുമില്ലല്ലോ. അപ്പൊ അങ്ങനെ ലെവലേശം വെളിവില്ലാതെ പോവുകയാണ്.
എന്നിട്ട് അനന്തപുരി തറവാട്ടിൽ ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് ആദർശ് നയനിയും വന്നു. ആദർശ് നയനും അല്ല, സോറി, ദേവയാനിയും ജയനും ഒക്കെ വന്നിട്ട്, അല്ല നിങ്ങൾ ഇത് എവിടെ പോയതായിരുന്നു? അത് അത് പിന്നെ ഞങ്ങള് വേറെ എങ്ങോട്ടേക്കും അല്ല പോയത്. ദേ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളുണ്ട്, അനിയെ കൊണ്ടുവരാൻ പോയതാ. എവിടെ എവിടെയാ അനിയെ കൊണ്ടുവരാൻ പോയത്? നിങ്ങൾ ബ്രാഞ്ചിൽ പോയതാണെന്നൊക്കെ കേട്ടല്ലോ. അതേന്നേ, അവന്റെ ബ്രാഞ്ചിൽ പോയതാ ഞങ്ങള് അവനെ കൂട്ടിക്കൊണ്ട് വരാനായിട്ട്. പോലീസ് സ്റ്റേഷനില്. പോലീസ് സ്റ്റേഷനിലോ? എന്തിന്? പോലീസ് സ്റ്റേഷനിലെ ചെന്ന് ദേ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ അനി ഇറങ്ങി വരുന്നത് കാണണം. ലേശം വെളിവില്ലാതെ ആട്ടോ വരുന്നത്. ആടി കറങ്ങി വന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ദേവയാനി ചോദിച്ചു, എന്താടാ ഈ ഞാൻ കാണുന്നത്? ഇതെന്താ പറ്റിയത് ഇവന്? അവനെ മദ്യപിച്ചിട്ടുണ്ട്. മദ്യപിച്ചിട്ടുണ്ടെന്നോ? ഇവനെങ്ങനെ മദ്യപിക്കാറില്ലായിരുന്നല്ലോ, പിന്നെ എന്താ പറ്റിയത്? എന്താ പറ്റിയെന്നോ? മദ്യപിച്ചിട്ട് പോലീസ് എടുത്തോണ്ട് പോയി ഇവനെ. അതെ അമ്മേ, നടന്ന സംഭവം വ്യക്തമായിട്ട് ഞാൻ പറയാം. ഇവൻ വെറുതെ നന്ദുവിന്റെ പുറകെ നടന്ന് ശല്യം ചെയ്യായിരുന്നു. ശല്യം സഹിക്കാനാവാതെ അവൾ ഒഴിഞ്ഞു മാറി നടന്നു. എന്നിട്ട് ഇവൻ മനഃപൂർവ്വം മദ്യപിച്ച് നന്ദുവിന്റെ മുമ്പിൽ ചെന്ന് ചാടി. പിന്നെ എങ്ങനെയാ നന്ദുവിനെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റുക? നന്ദു നേരെ തൂക്കിയെടുത്തോണ്ട് പോയി. ഇവന് ഓർത്തത് എന്താണെന്നറിയാമോ? നന്ദു അറസ്റ്റ് ചെയ്തോണ്ട് പോയ നന്ദുവിനെ കാണാൻ പറ്റൂലോ, അതുകൊണ്ട് ഇവൻ മനഃപൂർവ്വം കുടിച്ചതാണത്രേ. എന്താടാ മോനെ നീ കാണിക്കുന്നത്? ദേ നീ കാണിക്കുന്നത് അത്രയ്ക്ക് നല്ല കാര്യങ്ങളൊന്നും അല്ല, അത് നീ മനസ്സിലാക്കിക്കോ. എല്ലാവരും കൂടെ എന്റെ ജീവിതം കുളവാക്കിയില്ലേ? ഇതിൽ കൂടുതൽ നല്ലത് എനിക്ക് എന്ത് സംഭവിക്കാനാ? ഇതിൽ കൂടുതൽ നല്ലതൊന്നും എനിക്ക് സംഭവിക്കാനില്ല. എന്റെ ജീവിതം കോഞ്ഞാട്ടെ ആയില്ലേ? ഓ, എന്റെ ജീവിതം തോലഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അനി ബീച്ചും പേയും ഒക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഏതായാലും ഈ സമയത്ത് നമ്മുടെ ആദർശ് പറയുന്നുണ്ട്, ദേ അമ്മേ, ഒരു കാര്യം പറയാം. ഇവൻ ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പെങ്കൊച്ചിന്റെ ജോലിയും കൂടി തെറിക്കാൻ പോകുന്നത്. എല്ലാവരും പറയൂല്ലോ അവള് ഇവനെ പിടിച്ചു വെച്ചിരിക്കുകയാണെന്ന്. ഇവിടെയുള്ള എല്ലാവരും അങ്ങനെയാണല്ലോ പറയുന്നത്. പക്ഷെ അവള് ഇവനെ പിടിച്ചു വെച്ചിരിക്കുന്നതല്ല, ഇവനാണ് അവളുടെ പുറകെ നടന്ന് ശല്യം ചെയ്ത് ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ശല്യം ചെയ്യുന്നത്. അല്ലാതെ ആ പെങ്കൊച്ചല്ല. ആ പെങ്കൊച്ചിന്റെ ജോലി കളയാതെ ഇവനോട് മര്യാദയ്ക്ക് വീട്ടിൽ ഇരുന്നോളാൻ പറ. ഇല്ലെങ്കിലേ ചിലപ്പോ എന്റെ കൈക്ക് ഇവൻ പണി ഉണ്ടാക്കും. അയ്യോ, ആദർശേട്ടൻ എന്നെ തല്ലിയാലും എനിക്ക് കുഴപ്പമില്ല, ഞാൻ പറയാനുള്ളതൊക്കെ പറയും. എടാ കീറി പോടാകത്ത്, കീറി പോകാനാ പറഞ്ഞത് എന്നും പറഞ്ഞ് നമ്മുടെ അനിയെ ഓടിച്ചകത്തേക്ക് വിടുകയാണ്. അതിനിടയ്ക്ക് ദേവയാനി കുറെ ഉപദേശങ്ങളൊക്കെ നമ്മുടെ അനിക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഏതായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ ദേവയാനി നേരെ നയനയുടെ അടുത്ത് ചെല്ലുകയാണ്. അങ്ങനെ നയനയുടെ അടുത്ത് ചെന്നിട്ട്, മോളെ ഇതിനെന്താ മോളെ ഒരു പരിഹാരം? എനിക്കറിയില്ലമ്മേ, ഇതിന് പരിഹാരം എന്താകുമെന്ന്. എനിക്ക് തോന്നുന്നത് ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനിയുടെ ജീവിതം തകർന്നു പോകുമെന്നാ. എനിക്കും അത് തന്നെയാ പറയാനുള്ളത്. മോക്കൊക്കെ അന്നൊരു വാക്ക് പറഞ്ഞാൽ പോരായിരുന്നോ? അന്നൊരു വാക്ക് പറയുമായിരുന്നെങ്കിൽ ഇന്നിപ്പോ ഈ അവസ്ഥ ഉണ്ടാവില്ലായിരുന്നു. അനാമിക എന്ന ഭൂതം ഈ വീട്ടിൽ കയറി പറ്റത്തില്ലായിരുന്നു. ഓ, ഇതിപ്പം വല്ലാത്തൊരു കഷ്ടമായി പോയല്ലോ. എൻ്റെ ആദർശ് മോനേക്കാൾ കൂടുതൽ ഞാൻ സ്നേഹിച്ചതാ അനിയെ. എൻ്റെ ഈ കൈവെള്ളയിൽ കൊണ്ട് നടന്നതാ. അവന് ഞാൻ താഴെ വെച്ചാൽ ഊർമ്പരിക്കും, തലയിൽ വെച്ചാൽ പേനരിക്കും എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? അതുപോലെയാ ഞങ്ങൾ ഓരോരുത്തരും അനിയെ ഇതിലേക്കൂടെ കൊണ്ടു നടന്നത്. കാരണം അവൻ ചെറുതല്ലായിരുന്നോ? ആദർശ് ആ സമയത്ത് കുറച്ച് 3-4-5 വയസ്സിന് മൂത്തതായിരുന്നു. പക്ഷെ അന്ന് അവനായിരുന്നു ചെറുത്. അതുപോലെ കൊഞ്ചിച്ച് ലാളിച്ച് സ്നേഹിച്ച് നടന്നതാ. പക്ഷെ അവൻ ഇത്രയ്ക്ക് വഷളായി പോകുന്ന ആരും കരുതിയില്ല. വഷളായി പോയതല്ല, ഞാനൊക്കെ ചേർന്ന് വഷളാക്കിയതാണല്ലോ. ഏതായാലും മോള് ഒന്ന് നന്ദുവിനോട് പറയണം, ഈ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കാനായിട്ട്. ഒരിക്കലും അവരെ ഒന്നിക്കാൻ പാടില്ല. അവരൊന്നിച്ചു കഴിഞ്ഞാലേ അത് ശരിയാവില്ല. അച്ഛനും അമ്മയ്ക്കും അതൊക്കെ തീരാ വേദനയാകും, തീരാ നഷ്ടമാകും. അതുകൊണ്ട് വേണ്ട, ഇനി അങ്ങനെയൊന്നും നമുക്ക് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നന്ദുവിനോട് മോള് പറയണം ഇതുപോലെ തന്നെ മുന്നോട്ടേക്ക് പോകാനായിട്ട്. അവൾ ഇതുപോലെ തന്നെ അമ്മ മുന്നോട്ടേക്ക് പോകുന്നത്. ഒരിക്കലും നന്ദുവിന്റെ ഭാഗത്തുനിന്ന് വേറെ ഒരു രീതിയിലുള്ള തെറ്റും ഉണ്ടാവില്ല. അവക്കെപ്പോഴും നമ്മൾ പറയുന്നത് തന്നെയാണ് വേദവാക്യം. അവൾ നമ്മൾ പറയുന്നത് തന്നെ അനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. എല്ലാത്തിനും ഉടനെ തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റുകയുള്ളൂ. അതിനു മുമ്പ് അനാമികയെക്കുറിച്ചുള്ള സത്യങ്ങളൊക്കെ എനിക്കറിയണം. ഇനി അത് തന്നെയാ എൻ്റെ ഉദ്ദേശം. അവൾ എന്തൊക്കെ നമ്മളിൽ നിന്നും മറച്ചു വെച്ചോ, അവരെന്തൊക്കെ കള്ളത്തരം പറഞ്ഞോ, അതെല്ലാം ഞാൻ കണ്ടുപിടിക്കാൻ പോകുക. ഇനി അങ്ങനെ മുന്നോട്ടേക്ക് പോകാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. അവളുടെ ഭാഗത്ത് ശരിയില്ലെങ്കിൽ അനന്തപുരി തറവാടിന് വെളിയിൽ പോകുന്നത് അവൾ തന്നെയായിരിക്കും. പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നെന്ന് മോള് കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ദേവയാനി അങ്ങ് പോവുകയാണ് കേട്ടോ. ഇതേ സമയം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ദേവയാനി അനാമികയോട് പറയുന്നുണ്ട്, അനാമികയ്ക്ക് കുറച്ച് സ്ഥലങ്ങളൊക്കെ മേടിച്ചെന്നല്ലേ പറഞ്ഞത് സ്വർണം വിറ്റിട്ട്. അപ്പൊ ആ ഒരു സ്ഥലം കാണണം, എനിക്ക് ആ ഒരു സ്ഥലം കാണണം മോളെ എന്ന് പറയാണ്.
ഏതായാലും ഈ ഒരു സ്ഥലം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഉണ്ടാകാൻ പോവാ? അങ്ങനെ ഒരു സ്ഥലം ഇല്ല. നമ്മുടെ അനാമികയുടെ അച്ഛൻ വേണു വെറുതെ പറഞ്ഞുണ്ടാക്കിയ ഒരു നുണക്കഥ മാത്രമാണ്. അങ്ങനെ നമ്മുടെ അനാമികയ്ക്ക് വെപ്രാളം കയറുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നൊന്നും അറിയത്തില്ല. പുള്ളിക്കാരി നേരെ വിളിക്കുകയാണ്. അപ്പോൾ ഇതേ സമയം നമ്മുടെ വേണുവും രേവതിയും മകളെക്കുറിച്ച് ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വേറൊന്നുമല്ല, മകളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് ഇങ്ങനെ പോയാൽ ശരിയാവില്ല. അവളോട് എന്തെങ്കിലുമൊക്കെ അവിടെ നിന്ന് സമ്പാദിച്ച് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ചാടാൻ പറയണം. അല്ലെങ്കിൽ അതിനു മുമ്പ് തന്നെ അവർ ചാടിക്കും. അതിനു മുമ്പ് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മോളെ കൊണ്ട് അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വാരിക്കോരി എടുത്തോണ്ട് വരിയിപ്പിക്കാനേ, അതായത് അവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ. അപ്പം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ അനാമിക വിളിക്കുന്നത്. അപ്പൊ അനാമിക വിളിച്ചിട്ട് പറയുക, രേവതിയോട് പറയാ, അതെ എൻ്റെ അച്ഛൻ എന്തിയെ? എൻ്റെ അച്ഛനല്ലേ എൻ്റെ ജീവിതം ഇങ്ങനെ ആക്കി വെച്ചത്. എന്തിയെ എൻ്റെ അച്ഛൻ ഇനിയിപ്പം വേറെ എന്തെങ്കിലും എനിക്കിട്ട് ചെയ്യാൻ നോക്കുകയാണോ? എനിക്കിട്ട് പാര പണിയാൻ വേറെ ഇനി എന്തുണ്ടെന്ന് തിരക്കുമായിരിക്കും അല്ലേ എന്ന് പറഞ്ഞപ്പോൾ, എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? അച്ഛൻ എന്തിയെന്ന് ചോദിച്ചു. അച്ഛൻ ഇവിടെയുണ്ട്. എന്നാ കാത്തിരുന്നോളാൻ പറയാം. കുറച്ചൊരു 30 ഏക്കർ സ്ഥലവും കൂടെ എവിടെയെങ്കിലും കണ്ടുവച്ചോളാൻ പറയാം. അതെന്താ മോളെ? എന്താ മോള് വല്ല പൈസയും ഒക്കെ അവിടെ നിന്ന് എടുത്തോ? പൈസ എടുത്തു. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ദേ 30 ഏക്കർ സ്ഥലമല്ലേ എനിക്ക് മേടിച്ചിട്ടിരിക്കുന്നത്. ആ ഏക്കർ കണക്കിന് സ്ഥലം ഒന്ന് കാണാനേ ഇവിടുന്ന് ആൾക്കാർ അങ്ങോട്ട് വരുന്നുണ്ട്. ആ ഭൂതന ദേവയാനി അങ്ങോട്ടേക്ക് എഴുന്നള്ളുന്നാ പറഞ്ഞത്. ആ സ്ഥലം കാണണം അത്രേ. എങ്കിൽ പിന്നെ തയ്യാറായിട്ടിരുന്നോ ആ സ്ഥലം കാണിക്കാൻ വേണ്ടിയിട്ട്? അയ്യോ മോളെ, ആ സ്ഥലം കാണാന് വരുന്നു പറഞ്ഞോ? വരുന്നു പറഞ്ഞു. എന്തൊക്കെയോ സംശയങ്ങൾ അവർക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ശരിയാവില്ല. എത്രയും പെട്ടെന്ന് ദേ ഇവിടുന്ന് എന്നെ ഒന്ന് രക്ഷിച്ചോണ്ട് പോകാമോ? ഞാൻ മടുത്തു. ഓരോ കള്ളത്തരങ്ങളും നുണകളും ഒക്കെ പറഞ്ഞ് മടുത്തു. മാത്രമല്ല ആ അനിയുടെ ഓരോ കാര്യങ്ങൾ അറിയുമ്പോഴത്തേക്കും എനിക്കാണെങ്കിൽ ഒരു മനസമാധാനം കിട്ടുന്നില്ല. ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ചാടിയാൽ മതിയെന്നേ ഉള്ളൂ. ദേ എവിടെയെങ്കിലും പറമ്പ് തയ്യാറാക്കി കിട്ടോ, ഞങ്ങളിപ്പോ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്നെയും കൂട്ടിക്കൊണ്ട് ഇവിടത്തെ വലിയമ്മ അങ്ങോട്ടേക്ക് വരിക. കാണണം എന്നാ പറഞ്ഞത്. സ്ഥലവും പറമ്പും എല്ലാം കൂടെ കാണിക്കാൻ വേണ്ടി എവിടെയെങ്കിലും കള്ളത്തരത്തിന് കണ്ടു പറഞ്ഞു വെച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാണ്. അപ്പോഴത്തേക്കും വേണു ചോദിച്ചു, എന്താടീന്ന് ചോദിച്ചപ്പോഴത്തേക്കും കാര്യം പറയാണ്. ഇങ്ങനെയാണ്, ദേവയാനി അവിടെ നിന്ന് വരുന്നുണ്ടെന്നാ പറഞ്ഞത്. നമ്മള് മൂക്ക് മേടിച്ച വസ്തു കാണാനായിട്ട് വരുന്നുണ്ടെന്നാ പറഞ്ഞത്. ഇനിയിപ്പോ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പം, എന്ത് ചെയ്യാനാ, ഏതെങ്കിലും ഒരാളുടെ വസ്തു നമുക്ക് ഒരു ദിവസത്തേക്ക് വാടകയ്ക്ക് എടുക്കാം, എന്നിട്ട് അതങ്ങ് കാണിക്കാം. അല്ലാതെ വേറെ നിവർത്തിയില്ലല്ലോ. വേറെ നിവർത്തിയില്ല. അവളെ കലിതുള്ളിയായിരിക്കുന്നത് നമ്മുടെ മോള്. മിക്കവാറും അവൾ ഒറ്റയടിക്കല്ല ഇട്ടെറിഞ്ഞിട്ട് ഇങ്ങോട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാലേ പട്ടിണി കിടന്ന് ചാകേണ്ടി വരും എല്ലാവരും എന്നൊക്കെ പറയാം. ഇതിനുശേഷം നമ്മുടെ നയനയും അതുപോലെ തന്നെ നന്ദുവും കൂടെ ഫോൺ വിളിക്കുന്ന ഒരു സീൻ കാണിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ നന്ദുവിനോട് പറയുന്നുണ്ട്, മോളെ നീ ഈ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിന്നാൽ മതി. അവനിപ്പം പ്രശ്നമൊന്നുമില്ല, അവനിവിടെ ഉണ്ട്. അവനെ മനസ്സെങ്ങനെയും മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ. പരമാവധി ശ്രമിക്കാന്ന് പറയുമ്പോഴത്തേക്കും നന്ദു പറയുന്നുണ്ട്, അവന്റെ മനസ്സ് അത്രയും പെട്ടെന്നൊന്നും മാറില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ പെട്ടെന്ന് മാറ്റാനൊന്നും പറ്റുന്നു തോന്നുന്നില്ല. പിന്നെ അനാമികേനെ ഒന്ന് മാറ്റാൻ ശ്രമിച്ചു നോക്കുന്നതായിരിക്കും നല്ലത്. അവളും മാറാൻ ചാൻസ് ഇല്ല. അനിയെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല ചേച്ചി. പിന്നെ ഞാനിങ്ങനെ നിൽക്കുന്നത് നിങ്ങളെല്ലാവരും പറയുന്നത് കൊണ്ട് തന്നെയാണ്. മാത്രമല്ല എനിക്ക് എൻ്റെ കരിയറിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. എനിക്കിപ്പം ഒരു യൂണിഫോം ഉണ്ട്. ആ യൂണിഫോമിനോട് നീതി പുലർത്തണം. അതുകൊണ്ട് മാത്രം ഞാനിപ്പം ഇങ്ങനെ നിൽക്കുന്നത്. അവനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ നോക്കുന്നതും അവരോട് ചെയ്യുന്നതും ഒക്കെ നിങ്ങൾ പറഞ്ഞിട്ടാണ്. ഏതായാലും അവൻ്റെ ജീവിതം നന്നായിട്ട് പോകാൻ ഞാനും പ്രാർത്ഥിക്കാം ചേച്ചി എന്നൊക്കെ പറഞ്ഞ് ഫോണൊക്കെ കട്ട് ചെയ്യാറട്ടെ. ഏകദേശം ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. അടിപൊളി വിശേഷങ്ങളാണ് വരാനിരിക്കുന്നത്. കുറച്ച് ലേറ്റ് ആയി പോയിട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണേ. ഇനിയിപ്പം അലീനയുടെ കഥ നമ്മൾ നമ്മുടെ റിയൽ സ്റ്റോറിക്കകത്ത് ഇടുന്നതായിരിക്കും. പിന്നെ നമ്മുടെ രേവതിയുടെ സച്ചിയുടെ കഥ നമ്മൾ ഇന്നലെ ഉച്ചയ്ക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഇന്നത്തെ കഥ ഇട്ടിട്ടുണ്ടായിരുന്നു. ഏകദേശം ഫുൾ കഥയും ഞാൻ ഇന്നലെ ഉച്ചയ്ക്ക് ഇട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് പിന്നെ ഞാനിപ്പം വീണ്ടും, എന്നാൽ പിന്നെ സമയവും ഇല്ലല്ലോ, ഇത്രയും സമയമായില്ലേ, അതുകൊണ്ടാണ് കേട്ടോ ഫുൾ വിശേഷം ഇടാത്തത്. അപ്പോൾ എല്ലാവരും ഒന്നുകൂടെ ഒന്ന് ക്ഷമിച്ചേക്കണം കേട്ടോ. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നെക്സ്റ്റ് വീഡിയോ ഇനിയിപ്പം അലീനയുടെ കഥയാണ്. അത് നമുക്ക് റിയൽ സ്റ്റോറി കാണാം കേട്ടോ. അപ്പൊ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.